കാസർഗോഡ് ജില്ലയിൽ പാലാവയൽ എന്ന സ്ഥലത്ത് പാറേക്കുടിലിൽ ശ്രീ ജോൺസൺ പി.സിയുടെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാവയലിൽ നിന്നും ഓടക്കൊല്ലി പോകുന്ന വഴി 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഓടപ്പള്ളി എന്ന സ്ഥലത്താണ്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിൽ പാലാവയലിൽ താമസിക്കുന്ന പാറേക്കുടിലിൽ ശ്രാമ്പിക്കൽ ശ്രീ ജോൺസനെയും കുടുംബത്തെയുമാണ്. ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, കുള്ളനാട് മറ്റത്തിൽ കുര്യൻ, അദ്ദേഹത്തിന് 3 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് മിഹായേൽ. കയ്യൂർ പോയി സ്ഥലം വാങ്ങുകയും പാറേക്കുടിയിൽ എന്ന് നാട്ടുകാർ വിളിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് 9 മക്കളുണ്ടായിരുന്നു. അതിൽ 3-ാമത്തെ ആളാണ് തർത്തനാനി കയ്യൂർ താമസിച്ചിരുന്ന മറ്റത്തിൽ ദേവസ്യ. ദേവസ്യയുടെ 5-ാമത്തെ മകനാണ് ചെറിയാൻ ദേവസ്യ. ചെറിയാൻ ദേവസ്യയ്ക്ക് 9 മക്കളാണ് ഉള്ളത്. അതിൽ 8-ാമത്തെ ആളാണ് പാലാവയലിൽ താമസിക്കുന്ന ശ്രീ ജോൺസൺ മാഷ്. ജോൺസൺ മാഷിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ജോൺസൺ ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം കഴിഞ്ഞ വർഷം റിട്ടയറായി. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, റിട്ടയറായി. ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്? അത് ഗവൺമെന്റ് സ്കൂൾ തയ്യേനി. ഗവൺമെൻറ് സ്കൂൾ തയ്യേനിയിലാണ് പഠിപ്പിച്ചിരുന്നത്. ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ജോൺസൺ മാഷിൻ്റെ വൈഫ് നമ്മുടെ ഒപ്പം ഉണ്ട്. പേര് നൈന എന്നാണ് പേര്. എവിടെയായിരുന്നു വീട്? ഉദയഗിരിക്കടുത്ത് ജയഗിരി എന്നുള്ള സ്ഥലത്താണ് വീട്. വീട്ടുപേര് പല്ലാട്ട്. മാതാപിതാക്കന്മാരുടെ പേര് ജോസഫ് എന്നാണ് പേര്, പക്ഷെ നാട്ടുകാർ വിളിക്കുന്ന കുട്ടി എന്നാണ്, അന്നക്കുട്ടി എന്നാണ്. അമ്മയുടെ വീട് മൈലക്കൊമ്പിൽ. വീട്ടുപേരാണ്, സ്ഥലപ്പേരാണ് കളപ്പുരയ്ക്കൽ എന്നാണ് വീട്ടുപേര്. ആ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അതായത് പാലാവയലിനടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്, ജയഗിരിയിലായിരുന്നു. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 4 ആൺമക്കളാണുള്ളത്. അതിനകത്ത് 2 പേര് ഇപ്പം നമ്മോടൊപ്പം ഉണ്ട്. ഏറ്റവും ഇളയയാളും തൊട്ട് മൂത്തയാളും അല്ലേ? അതിൽ മൂത്തയാളുടെ പേര് ബെനഡിക്റ്റ്. ബെനഡിക്റ്റ് എന്ത് ചെയ്യുന്നു? ഓക്കുപേഷണൽ തെറാപ്പി എന്നുള്ള കോഴ്സ് ചെയ്യാൻ പോവുകയാണ് +2 കഴിഞ്ഞിട്ട്. അത് എവിടെയാണ് ചെയ്യുന്നത്? കേരളത്തിലാണോ? കേരളത്തിന് പുറത്താണ്. JKM രാജ ഈ റോഡിലുള്ള കോളേജിലാണ് ഈ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. മോൻ്റെ പേര് ബെർണാഡ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ലേക്ക് കയറുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലാവയലിൽ. മോനും അവിടെ തന്നെ ആയിരുന്നോ പഠിച്ചിരുന്നത്? +2 വരെ പാലാവയലിലുള്ള സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 വരെ അവിടെയാണ് പഠിച്ചിരുന്നത്. ജോൺസൺ മാഷ് പിതാവായിട്ടാണോ അതോ ഗ്രാൻഡ് ഫാദറൊക്കെ ആയിട്ടാണോ ഈ പാലാവയൽ എന്നുള്ള സ്ഥലത്ത് വരുന്നത്? പിതാവായിട്ട് 1966 ജനിച്ചത്. സാർ ഇവിടെ വന്നിട്ടാണ് ഉണ്ടായത്. കയ്യൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് നിങ്ങൾ? അത് ആദ്യം വന്നത് പാലാവയലിലായിരുന്നോ? ഒരു മലമുകളിൽ മീനഞ്ചേരി എന്നുള്ള സ്ഥലത്താണ് വന്നത്. ഈ പാലാവയലിൽ ഇപ്പോൾ താമസം മാറിയിട്ട് എന്തര കാലമായി? 10 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. പിതാവിൻ്റെ പേര് ചെറിയാൻ. അമ്മയുടെ പേര് ഏലിക്കുട്ടി. അമ്മയുടെ വീട് പ്രവിത്താനം. വീട്ടുപേര് കുഴിഞ്ഞാലിൽ. ഇപ്പോൾ പ്രവിത്താനം കുഴിഞ്ഞാലിൽ കുടുംബാംഗമാണ് അമ്മ. അപ്പോൾ ഈ മീനഞ്ചേരി എന്നുള്ള സ്ഥലത്തേക്കാണ് കയ്യൂർന്ന് പോകുന്നത്. അതിനുശേഷം സാറായിട്ടാണ് ഈ പാലാവയൽ എന്നുള്ള സ്ഥലത്തേക്ക് വീട് വെച്ച് മാറിയിരിക്കുന്നത്. നൈനയുടെ സഹോദരങ്ങളുടെ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ മക്കൾ? 6 മക്കളാണ് ഉള്ളത്. അതിനകത്ത് നൈന എത്രാമത്തെയാണ്? 5-ാമത്തെ ആളാണ്. മൂത്തയാൾ തൊട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മൂത്തയാൾ ഷൈജ എന്നാണ്, സഹോദരിയാണ് അല്ലേ? വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്
ആലക്കോടാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി. എത്ര മക്കളുണ്ട് അവർക്ക്? 4. 4 മക്കളാണ്. 4 പേരുണ്ട്. ഒരാൾ മരിച്ചുപോയി. ഒരാൾ ഇപ്പം 3 പേരുണ്ട്. നിലവിൽ 3 പേര് മക്കളുണ്ട്. അടുത്തയാള് സാബു. സാബു സഹോദരനാണ്. ഭാര്യയുടെ പേര് വിജി എന്നാണ് ഭാര്യയുടെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. തൊട്ടടുത്തയാള് വിൻസന് ഭാര്യയുടെ പേര് റാണി. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. അടുത്തയാള് ഷീനയുടെ ഭർത്താവിൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. അടുത്തയാള് ഞാൻ തന്നെയാണ്. താഴെയുള്ളത് ഷിജോ സഹോദരനാണ്. കല്യാണം കഴിച്ചില്ല. വിവാഹം കഴിച്ചിട്ടില്ല. എത്ര വയസ്സുണ്ട്? 45 വയസ്സ് കഴിഞ്ഞു. 45 വയസ്സുണ്ട്. മാതാപിതാക്കന്മാർ അവരുടെ കൂടെയാണോ? അമ്മ കൂടെയുണ്ട്. ചാച്ചനില്ല. അമ്മ കൂടെയുണ്ട്. ഇനി നിങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത 2 മക്കൾക്ക് സ്ഥലത്തില്ല. അതിനകത്ത് മൂത്തത് ആരാണ്? ആൽബർട്ട് എന്ത് ചെയ്യുന്നു? ആൽബർട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് എന്ന കോഴ്സ് പഠിച്ചു. ഡിഗ്രി കോഴ്സായിരുന്നു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആനിമേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നിലവിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയാണോ? അല്ലല്ല, ഇപ്പൊ അവന് എറണാകുളത്ത് ഒരു കമ്പനിയിൽ, പരസ്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എറണാകുളത്ത് ഏത് കമ്പനിയിലാണ്? 1 വർഷമായിട്ട് മൈൽ സ്റ്റുഡിയോസ് എന്നുള്ള സ്ഥാപനത്തിൽ അനിമേഷൻ എഡിറ്റർ ആയിട്ടാണ്. വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റ്. പരസ്യവും സിനിമയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്? സിനിമ കുറെ വിദേശ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സിനിമകളുടെ പേര് പറയുവാണെങ്കിൽ RDX മലയാള സിനിമയാണ്. അതുപോലെ കിങ് ഓഫ് കൊത്ത, അതുപോലെ മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ ഇപ്പൊ ഓടുന്ന ആവേശം, അതുപോലെ തമിഴ് സിനിമ പൊന്നിയൻ സെൽവൻ, അങ്ങനെ നിരവധി സിനിമകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അദ്ദേഹം ചിത്രകാരനോ കലാകാരനൊക്കെ ആയിരിക്കുമല്ലോ. നന്നായിട്ട് പടം വരയ്ക്കുന്നതാണ്. പടം വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ അവാർഡുകളോ അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും? അച്ചീവ്മെന്റ്സ് അങ്ങനെ പടം വരയ്ക്കായിട്ട് മറ്റേ സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ട്, ശാസ്ത്രമേളയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഡിഗ്രിക്ക് 3-ാം റാങ്ക് ഉണ്ട് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സിൽ. യൂണിവേഴ്സിറ്റി 3-ാം റാങ്ക്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 3-ാം റാങ്ക് കരസ്ഥമാക്കിയ ആളാണ് ആൽബർട്ട്. അദ്ദേഹം ഇപ്പൊ നിലവില് ജോലി ചെയ്യുകയാണ്. നിരവധി സിനിമകൾ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിലീസാകാനുള്ള സിനിമകളും ചെയ്തിട്ട് കാണും. മികച്ചൊരു കലാകാരനാണ് അല്ലെ? നല്ല പടംവരക്കാരനാണ്. അടുത്ത സഹോദരൻ രണ്ടാമന് ഗിൽബർട്ട് ആണ്. ഗിൽബർട്ട് എന്ത് ചെയ്യുന്നു? അവന് സെന്റ് ജോർജ് TTI, അത് വയനാട് പുൽപ്പള്ളിയില് സെന്റ് ജോർജ് TTI ഇപ്പൊ അവിടെ 4th സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. TTC. അദ്ദേഹവും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടോ കായികപരമായിട്ടോ കഴിവുള്ള വ്യക്തിയാണോ? വർക്ക് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ഫ്ലവേഴ്സ്, അങ്ങനെ ഫ്ലവർ മേക്കിംഗ്, വർക്ക് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ടാലന്റുള്ള കുട്ടിയാണ്. അതെ. മൂന്നാമത്തെ ആള് ബെനഡിക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബെനഡിക്റ്റിനുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണുള്ളത്? ഞാൻ വർക്ക് എക്സ്പീരിയൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലോ അങ്ങനെ? ജില്ലാതലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 5ാം സ്ഥാനം A ഗ്രേഡ് ഉണ്ട്. ചവിട്ടി നിർമ്മാണത്തിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? വേറെ ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പടം വരയ്ക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ പടം വരയ്ക്കാറില്ല, അല്ലാതെ ആർട്ട് വർക്ക് ചെയ്യാൻ. സഹോദരങ്ങളെല്ലാം കലാകാരന്മാർ തന്നെയാണ്. ഇളയാൾക്കുള്ള പ്രത്യേക ടാലന്റ് ഏത് മേഖലയിലാണ്? ഡ്രോയിങ്. നന്നായിട്ട് പടം വരയ്ക്കും. ആ മേഖലയിൽ മുന്നോട്ട് പോകണമെന്നാണോ ആഗ്രഹം? വേറെ എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ടൊക്കെയുള്ള? ബാസ്കറ്റ്ബോൾ കളിക്കും. അതിനകത്ത് ഏതെങ്കിലും ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടോ? ജില്ലാ ടീം, കാസർഗോഡ് ജില്ലാ ടീമിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. 2ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. 2ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിൽ പോയി മത്സരിച്ചിട്ട് ജില്ലയ്ക്ക് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കി ടീമിലെ മെമ്പറാണ്. സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ ഇനി
പഠന കാലാവധി കിടക്കുകയാണ്. നന്നായിട്ട് കളിച്ച് സ്റ്റേറ്റിലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. ജോൺസൺ മാഷിന്റെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നിങ്ങൾ എത്ര സഹോദരങ്ങളായിരുന്നു? ഞങ്ങൾ 9 പേരാണ് ആകെ ഉള്ളത്. 9 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. എത്രയാണ്, എത്ര പെണ്ണും? 5 ആണും 4 പെണ്ണും. 5 ആണും 4 പെണ്ണും. അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? പറയാം. ഏറ്റവും മൂത്തയാള് ദേവസ്യാച്ചൻ ദേവസ്യാച്ചൻ എന്ന് പറയുന്ന ആളാണ്. അതെ. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അതെ. ഈ സഹോദരങ്ങളെല്ലാം താമസിക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണോ? നേരത്തെ മീനഞ്ചേരി എന്ന സ്ഥലത്തായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ടൗണിലേക്ക് വന്ന സ്ഥലം മേടിച്ച് ഇങ്ങോട്ട് പോന്നു. ടൗണിലേക്ക് വന്നു. അതെ. മൂത്തയാളുടെ ഭാര്യയുടെ പേര് ഗ്രേസി. വീട്ടുപേര് മുണ്ടമറ്റത്തിൽ. സ്ഥലം ചുണ്ട. അവർക്ക് എത്ര മക്കളുണ്ട്? 2 ആൺമക്കള്. 2 ആൺമക്കളാണ്. അതെ. അതിന് താഴെയുള്ള ആള്? രണ്ടാമത്തെ ആള് പിന്നെ ബേബി. ബേബിയുടെ ഭാര്യയുടെ പേര്? ചിന്നമ്മ. ചിന്നമ്മയുടെ വീട്ടുപേര്? കറ്റുവീട്ടിൽ. അതെ. സ്ഥലം പിന്നെ ഉദയഗിരി. അതെ. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു ആൺകുട്ടിയാണുള്ളത്. അടുത്തയാള്? മൂന്നാമത്തെ ആള് അന്നക്കുട്ടി. അതെ. ഭർത്താവിന്റെ പേര്? വർക്കി. വീട്ടുപേര്? വെങ്ങത്തടത്തിൽ. സ്ഥലം? പുളിങ്ങം. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കള്. അടുത്തയാള്? എൽസി. അതെ. എൽസിയുടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ജോർജ്. മരിച്ചുപോയി. വീട്ടുപേര്? മാമ്പുഴയ്ക്കൽ. സ്ഥലം? ചാവറഗിരി. അതെ. എവിടെ? അടുത്തുള്ള സ്ഥലം. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണുള്ളത്. അതെ. അടുത്തത് ഡൊമിനിക്ക്. അതെ. ഭാര്യയുടെ പേര്? വത്സമ്മ. വീട്ടുപേര്? തുരുത്തിയിൽ. സ്ഥലം? ചിറ്റാരിക്കാല്. അവർക്ക് എത്ര മക്കളുണ്ട്? 4 പെൺമക്കളാണ്. അവർക്കുള്ളത്. അടുത്തയാള്? ആറാമത്തത് റോസമ്മയുടെ ഭർത്താവിന്റെ പേര്? ജോസഫ്. വീട്ടുപേര്? മൈലാടിയിൽ. സ്ഥലം? വള്ളിത്തോട്. അതെ. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കള്. 2 മക്കളാണ്. അടുത്തത് മേരി. അതെ. ഭർത്താവിന്റെ പേര്? പയസ്. വിവാഹം ചെയ്തിരിക്കുന്നത്? വീട്ടുപേര് ചാലിൽ. അതെ. സ്ഥലം? ചെമ്പേരി. മക്കള്? 2 മക്കളാണ്. അടുത്ത ഞാനാണ്. ജോൺസൺ മാഷ് തന്നെയാണ്. അതിന് താഴെ ഒരാളുണ്ട്. അതെ. സാജു. അതെ. സാജുവിന്റെ ഭാര്യയുടെ പേര്? മരിയ. വീട്ടുപേര്? അമ്മൂപ്പറമ്പിൽ. സ്ഥലം? വൈക്കം. അവരുടെ മക്കളൊന്നും ഇല്ല. ഇല്ല. ഇങ്ങനെ 9 സഹോദരങ്ങളാണ് ഉള്ളത്. സാജു സാറിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പിന്നെ MA വരെ പഠിച്ചു. MA ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത്. MA ഇംഗ്ലീഷാണ് മെയിനായിട്ട് പഠിച്ചത്. അത് പ്രൈവറ്റായിട്ട് പഠിക്കുന്നത്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിംഗ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ പാലാവയിലാണ്. സെന്റ് ജോൺസ് ഹൈസ്കൂളിലാണ് SLC പാസ്സായത്. തുടർന്ന് PDC പ്രൈവറ്റായിട്ട് പഠിച്ചു. അതെ. പിന്നെ ഡിഗ്രി ഞാൻ പ്രൈവറ്റായിട്ട് പഠിക്കാതെ. BA പൊളിറ്റിക്സ് ആയിരുന്നു. അതിനുശേഷം MA ഇംഗ്ലീഷ് എടുത്ത് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലും പ്രൈവറ്റായിട്ട് പഠിച്ച് PG വരെയുള്ള ഡിഗ്രിയല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി തന്നെ നേടിയുണ്ടായി. പിന്നെ BEd എടുത്തായിരുന്നു. ഇഗ്നോയുടെ BEd ആണ്. അതിനുമ്പ് TTC പാസ്സായിരുന്നു. ജോലിക്ക് കയറി. ജീവിതകാലം ഒരു പഠനകാലം കൂടി ആയിരുന്നു. കൂടുതലും ജോലി ചെയ്തിരുന്ന സമയത്തും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തും ഈ ഡിഗ്രികളെല്ലാം കരസ്ഥമാക്കി. സാമൂഹികപരമായിട്ടോ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ? പള്ളി ഞാൻ വർഷങ്ങൾ 10-20 വർഷത്തോളം സൺഡേ സ്കൂൾ അധ്യാപനാണ്. 20 വർഷത്തോളം സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് തുടരുന്നുണ്ട്. അതെ. അതുപോലെ പാരിഷ് കൗൺസിൽ മെമ്പറാണ്. കൈക്കാരനായിട്ടൊക്കെ വന്നിരുന്നു. ഞാനത് ജോലി ആയതുകൊണ്ട് ഞാനത് വോട്ടിലൂടെ വന്ന് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു. അല്ല ഞാൻ ഇനിയും മുന്നോട്ട് ഈ ടീച്ചിങ് ഫീൽഡ് തന്നെ തുടരാനാണ് ആഗ്രഹം. അതെ. വേറെ സ്കൂളിൽ പോയി ഇംഗ്ലീഷ് അറിവും ജ്ഞാനവും പകർന്നു കൊടുക്കുക ജീവിത സഫരിയായിട്ട് എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.